ഹായ് ഓൾ, സെലീന ഹിയർ. ഏതാണ്ട് 2012 മുതലാണ് നീല സ്കൂൾ ഓഫ് ഹാപ്പിനെസ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളത് ഒഴുക്ക് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്, നിളയായതുകൊണ്ട് തന്നെ. ഇപ്പോ വെക്കേഷനാണ്. ഈ 12 തൊട്ട് 2024 വരെയും നിള പ്രവർത്തിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെയാണ്. എന്റെയൊക്കെ കുട്ടിക്കാലം പോലെ വെക്കേഷൻ ഒന്നും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുണ്ടെന്നായി എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പോസ്റ്റ് കോവിഡ് എഡ്യൂക്കേഷൻ വളരെയധികം ചിന്തിക്കാനും വിചിന്തനം നടത്താനും വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളെ പ്രാപ്തരാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു സ്കൂളിലേക്ക് കുഞ്ഞിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിമർശനാത്മകമായി പലരും പറയാറുണ്ട്, സ്കൂൾ ബസ് എങ്ങനെ, സ്കൂൾ ഇന്റർനാഷണൽ ആണോ, നാഷണൽ ആണോ, ഇന്ത്യൻ പാൻ ഇന്ത്യൻ ആണോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ട ചില ഘടകങ്ങളെ കുറിച്ചിട്ട് പാരന്റ്സിനോട് എനിക്ക് സംസാരിക്കാനുള്ളത്, ഇത് തികച്ചും സത്യസന്ധമായി ഇതിനെ കാണുക, വിമർശനമായി കാണാതിരിക്കുക. ഒന്ന്, നമ്മുടെ സ്കൂളുകളെല്ലാം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട്, നമ്മുടെ സ്കൂളുകളിൽ കൃത്യമായ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. മൂന്ന്, നല്ല വിദഗ്ധയായ ഒരു മൈൻഡ്ഫുൾനെസ് ട്രെയിനറോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ അതുമല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റോ ഒക്കെ സ്കൂളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം കണ്ടിന്യൂസ് ആയ ഒരു ലേണിംഗ് സ്ട്രാറ്റജി അധ്യാപകർക്ക് നൽകുന്ന സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവുക. നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുന്നത് സ്കൂളിന്റെ ബ്രാൻഡിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ സ്കൂൾ എൻ്റെ വീടിന്റെ അടുത്താണെന്നതിന്റെ അടിസ്ഥാനത്തിലോ മറ്റെന്തെങ്കിലുമൊക്കെ സോഷ്യോ ഇക്കണോമിക്കോ അല്ലെങ്കിൽ ഇന്റലക്ച്വലോ അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളോ ആകാതെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ മാത്രം കർശനമായി മുതൽ കൂട്ടിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് അവർ പഠിപ്പിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്, സ്കൂളിന്റെ നിലവാരം എന്ത് എന്നത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് ആ സ്കൂളിന്റെ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ അജണ്ട, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് എഡ്യൂക്കേഷൻ ടെക്നിക്സ് ഇതൊക്കെ ആ സ്കൂൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഗ്ലോബൽ ഹാപ്പി സ്കൂൾ പ്രോജക്റ്റ് നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ് മുന്നോട്ട് വെച്ചപ്പോൾ ഒരു വലിയ സർവേ നടത്തുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ നല്ല ഭംഗിയായ രീതിയിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. ഒട്ടുമിക്ക സ്കൂളുകളിലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള ഘടകങ്ങളും കൂടെ പാരൻസും ഇൻട്രൂഷൻ നൽകിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് ഗ്രേഡിംഗ് സിസ്റ്റവും A+ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഔട്ട് ഓഫ് സിലബസ് ചിന്തിക്കാനുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ച വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.